പ്രമേഹം കുറെ കാലം ആവുമ്പോഴത്തേക്കും എന്താവും? അത് അവയവങ്ങളെയൊക്കെ ബാധിക്കും. അങ്ങനെ വൃക്കരോഗങ്ങളും ഇന്ന് പ്രമേഹം മൂലം ഏറ്റവും കൂടുതലാണ്. ഇന്നത്തെ കണക്കെടുത്താൽ വൃക്കകൾ സ്ഥായിയായിട്ട് സ്തംഭിക്കുന്നതിൽ ഏറ്റവും പ്രധാന കാരണം ഷുഗർ, പ്രമേഹം കൊണ്ടുണ്ടാവുന്ന വൃക്കകളുടെ ഡാമേജാണ്. ഇതിനെന്താ പത്ര പ്രധാനം എന്ന് ചോദിച്ചാൽ, ഈ വൃക്കകൾക്കുണ്ടാവുന്ന സ്തംഭനം പ്രമേഹം തുടക്കത്തിലേ നിയന്ത്രിച്ചാൽ 100% നിയന്ത്രണ വിധേയമാണ്. വൃക്കകളെ ബാധിക്കാതെ നിങ്ങൾക്ക് 50 കൊല്ലം ഷുഗറും കൊണ്ട് ജീവിക്കാൻ പറ്റും. അതിന് ഷുഗറിന്റെ കൺട്രോള്, ഷുഗർ കൊണ്ടുണ്ടാവുന്ന ബാക്കി പ്രശ്നങ്ങളെല്ലാം 100% കൺട്രോളിൽ നിർത്തിയാൽ മതി. അതില്ലാത്തത് കൊണ്ട് തുടക്കം ഷുഗർ 300 ഷുഗർ 400 ഷുഗർ ഒരു ബുദ്ധിമുട്ടും ദേഹത്തിന് കാണിക്കുന്നില്ല. വല്ലാണ്ട് ദാഹം കൂടുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ മൂത്രമൊഴിക്കുമ്പോൾ ഞാൻ 10 ദിവസം ഗുളിക കഴിക്കും. ഇതാണ് സാധാരണ രോഗികൾ പറയുന്നത്. പുറമെ എന്തെങ്കിലും അസുഖം കാണുമ്പോൾ മാത്രം ഗുളിക കഴിക്കുക, അത് കഴിഞ്ഞാൽ ഗുളിക അവിടെ നിർത്തി. ഷുഗർ ചിലപ്പോൾ ഞാൻ ഷുഗറിന് 10 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്നുണ്ട്. ഷുഗർ സാധാരണ നോക്കുമ്പോൾ എത്ര ഉണ്ടാവും? അത് ഏകദേശം 200ന്റെ മേലെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അസുഖമൊന്നുമില്ല. ഇതാണ് സാധാരണ പറയുന്നത്. പുറമേക്ക് അസുഖം കാണുന്നത് അസുഖം ഒരു പരിധിയിലപ്പുറം കേടുവരുമ്പോൾ മാത്രമാണ്. തുടക്കത്തിലെ 5-10 കൊല്ലം അസുഖം ഒന്നും പുറമേക്ക് കാണിക്കില്ല. വൃക്കകളുടെ പ്രവർത്തനം ഒരു 25% താഴെ വരുമ്പോൾ മാത്രമേ അത് അസുഖമായിട്ട് പുറമേക്ക് കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പം ശ്രദ്ധിച്ചിട്ടൊരു കാര്യമില്ല. ശ്രദ്ധിക്കുന്നത് ഷുഗർ തുടങ്ങുന്ന അന്ന് തൊട്ട് വേണം. ഷുഗർ തുടങ്ങി അന്ന് തൊട്ട് 365 ദിവസവും ഷുഗർ നോർമലായി നിന്നാൽ ഒരവയവത്തിനെയും ഷുഗർ ബാധിക്കില്ല. ഈ ഒരു കാര്യം സാധാരണ ജനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്.